വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ സ്പ്രിങ് ഇസ് ഹിയർ. ഇന്ന് നമ്മൾ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന 2 ടേബിൾ ഡെക്കോർസാണ് ചെയ്യാൻ പോകുന്നത്. അത് എഗ്ഷെൽസ് വെച്ചിട്ടാണ്. എഗ്ഷെൽസിൻ്റെ നമ്മൾ മുട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ എഗ്ഷെൽസ് എടുത്തിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഒരു ലേശം സോപ്പി വാട്ടറിൽ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സൺ ഡ്രൈ ചെയ്യാവുന്നതാണ്. ഒത്തിരി നേരം ചെയ്യേണ്ട, ജസ്റ്റ് ആ വെള്ളം വെച്ച് കഴുകിയത് ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ടൊന്ന് നമുക്ക് സൺ ഡ്രൈ ചെയ്യാവുന്നതാണ്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ എഗ്ഷെൽസ് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചോയ്സ് ഓഫ് കളറിൽ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡൈനിങ് ടേബിളിൽ നമ്മൾ റണ്ണർ വിരിക്കും. റണ്ണർ ഇപ്പോൾ കളർഫുൾ കളറാണെങ്കിൽ അതിന് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന കളറ് നമുക്ക് എഗ്ഷെൽസിൽ കൊടുക്കാവുന്നതാണ്. അത് നമുക്ക് സ്പ്രേ പെയിൻറ്റും ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ബേബി ബ്രെഡ്സ് ആണ്, ജിപ്സോഫീലിയ. അതാണെങ്കിൽ അതും ഫ്ലവർ ഷോപ്പിൽ നമുക്ക് ഏത് കളർ വേണോ, വൈറ്റ് അല്ലാതെ ഇപ്പം വേറെ ഡിഫറെൻറ്റ് കളറാണ് വേണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസും ഫ്ലവർ ഷോപ്പിലുണ്ട്. അവരോട് പറഞ്ഞാൽ മതി ഇന്ന കളറിൽ വേണം എന്ന് പറഞ്ഞാൽ അവരതങ്ങനെ ചെയ്തു തരും. ഇനി ഇതിൽ ഫ്രഷ് ഫ്ലവേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ ഗാർഡനിലുള്ള ചെറിയ ഫ്ലവർ എടുത്ത് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി വെള്ളം അതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് അതിൽ ഫ്ലവർ വയ്ക്കാവുന്നതാണ്. ഈ എഗ്ഷെൽസ് നമുക്ക് 2 രീതിയിൽ ഗ്ലൂ ചെയ്യാവുന്നതാണ്. ഒന്ന് എഗ് ടു എഗ് പോലെ നമുക്ക് ഗ്ലൂ ചെയ്യാം, അല്ലെങ്കിൽ ഇത് നമുക്ക് ആ ഗ്ലാസ് ജാറിലേക്ക് ഒട്ടിക്കാവുന്നതാണ്. ഞാനിവിടെ 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബൗളിനെ ഇൻവേർട്ടഡ് ആക്കി വെച്ചു. ഇൻവേർട്ടഡ് ആക്കി വെക്കുമ്പോൾ നമുക്ക് ആ മുകളിൽ ഫിഗറിൻസ് വെക്കാം. ചെറിയ റാബിറ്റിൻ്റെയോ അല്ലെങ്കിൽ എന്താണോ ആ സ്പ്രിങ് ഡെക്കോറിനും ഈസ്റ്ററിനും കൂടെ നമുക്ക് വെക്കാൻ പറ്റുന്നത് ഇപ്പോൾ വീട്ടിലുള്ളത്, അത് വെച്ചിട്ട് നമുക്ക് അത് മുകളിൽ വെക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തേന്ന് പറയുമ്പോൾ നേരെയുള്ള ഗ്ലാസ് ജാറിലേക്ക് നമുക്ക് വെക്കണം. അതിൽ നമുക്ക് വേണമെങ്കിൽ ഫ്ലവേഴ്സ് ആഡ് ചെയ്യാം. ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് പോലെ ഒരു ബൊക്കെ പോലെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ക്യാൻഡിലിനായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ക്യാൻഡിലായിട്ട് യൂസ് ചെയ്യുമ്പം എപ്പോഴും നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ടതാണ്. ക്യാൻഡിൽ കത്തിച്ച് വെച്ചിട്ട് ഒരിക്കലും എങ്ങോട്ടും പോകാനോ മാറാനോ പാടില്ല. സോ യു ഹാവ് ടു ബി നിയർ ബൈ വെൻ ക്യാൻഡിൽ ലിറ്റായിരിക്കുമ്പം അത് മാത്രം ഒന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഏറ്റവും ആപ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് LED ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്ക് ക്യാൻഡിൽസ് കിട്ടും. സോ അത് നമുക്ക് യൂസ് ചെയ്യാം. ബാറ്ററി ഓപ്പറേറ്റഡ് ആയിരിക്കും. സോ അത്രയും നമുക്ക് കെയർഫുൾ ആയിരിക്കണം എന്നില്ല. അപ്പോൾ അതും ഒരു ഓപ്ഷനാണ്, ബാറ്ററി ലെഡ് ബ്ലോക്ക് ക്യാൻഡിൽസ്. ഇതിൻ്റെ മുമ്പത്തെ ചെയ്ത വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. സോ ഇതും നേരത്തെ ചെയ്തതും എല്ലാം വെച്ചിട്ട് നമുക്കൊരു ചെസ്റ്റ് ഓഫ് ഡ്രോയിൽ അല്ലെങ്കിൽ ഒരു ഫ്ലോയർ ഏരിയ എങ്ങനെ അറേഞ്ച് ചെയ്യാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. സോ ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക. Mug on the table, little cloud of tea, breath on the window, drawing lines, just me. Old wool sweater fraying at the sleeve, quiet as snowfall with nowhere to be. Chill winter days, you slow my heart down. All of the sharp edges melt into this town. Watching the world through frosted glass haze, I think I could live inside these chill winter days.